നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിലെ തൊഴിലാളികൾക്കും ഗാർഹിക ജീവനക്കാർക്കും മിനിമം വേതനം ഉറപ്പുവരുത്തി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനി പുതിയ നിയമം പുറപ്പെടുവിച്ചു. 2017 17 നമ്പർ നിയമമാണ് ഇനി മുതൽ മിനിമം വേതന നിയമമായി അറിയപ്പെടുക. തൊഴിലാളികളും ഗാർഹിക തൊഴിലാളികളും പുതിയ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. ഏറെ നാളായി അവിദഗ്ധ തൊഴിലാളികൾക്ക് സ്ഥിര മിനിമം വേതനം നൽകുന്ന നിയമവുമായി ബന്ധപ്പെട്ട നടപടികളിലാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനുള്ള ശുപാർശകൾ തൊഴിൽ മന്ത്രാലയത്തിന് സമർപ്പിച്ചതായി നേരത്തെ ദോഹയിലെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഓഫീസ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ദോഹയിലേക്ക് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ എത്തുന്ന ഇന്ത്യ, നേപ്പാൾ എന്നിവിടങ്ങളിലെ അധികൃതരുമായി കൂടിയാലോചനകളും പഠനങ്ങളും നടത്തിയ ശേഷമാണ് ശുപാർശകൾ സമർപ്പിച്ചത്. നിലവിൽ ഖത്തറിൽ തൊഴിലാളികൾക്ക് താൽക്കാലിക മിനിമം വേതനമാണ് നൽകി വരുന്നത്. ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും പുതിയ നിയമപ്രകാരം 1000 റിയാൽ മിനിമം വേതനം നൽകണം. തൊഴിലാളികൾക്ക് ന്യായമായ താമസ സൗകര്യവും ഭക്ഷണവും നൽകുന്നില്ലെങ്കിൽ തൊഴിലാളിയുടെ താമസ ചെലവിനായി 500 റിയാലും ഭക്ഷണ അലവൻസിനായി 300 റിയാലും പുറമെ നൽകാനും നിയമം അനുശാസിക്കുന്നുണ്ട്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസം കഴിയുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും. നിയമം അനുസരിച്ചുള്ള മിനിമം വേതനത്തിൽ കുറഞ്ഞ വേതനം ലഭിക്കുന്നവരുടെ തൊഴിൽ കരാർ തൊഴിലുടമകൾ പുതിയ നിയമം അനുസരിച്ച് പുതുക്കണം. തൊഴിൽ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലുടമകളുമായി യോജിച്ച് പ്രവർത്തിക്കും. തൊഴിലാളികളുടെ വേതനം സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി രൂപീകരിച്ച പ്രത്യേക ദേശീയ സമിതിയുടെ കൂടിയാലോചന ഫലമായാണ് ഇപ്പോൾ പുതിയ നിയമം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ മിനിമം വേതനം നടപ്പാക്കുന്ന ആദ്യ രാജ്യമായി ഖത്തർ ഇതോടെ ചരിത്രം കുറിച്ചു. മിനിമം വേതനം കാലാനുസൃതമായി പുതുക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമായി മിനിമം വേജ് കമ്മിറ്റി രൂപീകരിക്കാനും ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ തൊഴിലാളികളുടെ ജോലി മാറുന്നതിനാവശ്യമായ NOC സംവിധാനം ഭരണ വികസന തൊഴിൽ സാമൂഹിക മന്ത്രാലയം നീക്കം ചെയ്തു. ഇത് പ്രകാരം തൊഴിലാളികൾക്ക് നിലവിലുള്ള തൊഴിലുടമയുടെ NOC കൂടാതെ ജോലി മാറാൻ സാധിക്കും. തൊഴിലാളികളുടെ താമസം, എൻട്രി, എക്സിറ്റ് എന്നിവ സംബന്ധിച്ചുള്ള 2014 തൊഴിൽ നിയമ വ്യവസ്ഥയിൽ ഭേദഗതി വരുത്തിയുള്ള 2020 18 നമ്പർ നിയമ ഉത്തരവും 2015 21 നമ്പർ നിയമ വകുപ്പുകൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 2020 19 നമ്പർ ഉത്തരവുമാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്നതാണ് പുതിയ ഉത്തരവുകൾ. ഖത്തർ തൊഴിൽ വിപണിയിൽ പുതിയ ഉണർവ് വരുത്താൻ ഭരണകൂടത്തിന്റെ പുതിയ തൊഴിൽ പരിഷ്കരണത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികൾക്ക് മികച്ച തൊഴിൽ കണ്ടെത്തുന്നതിനും തൊഴിലുടമകൾക്ക് കഴിവും പ്രാപ്തിയുമുള്ള ഉദ്യോഗാർത്ഥികളെ നേടുന്നതിനും പുതിയ നിയമ പരിഷ്കാരങ്ങൾ സഹായകമാകും. പുതിയ നിയമപ്രകാരം തൊഴിലാളികൾക്ക് മിനിമം വേതനം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന തൊഴിലുടമ കടുത്ത നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്ന് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തൊഴിൽ തർക്ക പരിഹാര സമിതികളുടെ എണ്ണം കൂട്ടുന്നതിനും പുതിയ നിയമ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. തൊഴിൽ തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് പുതിയ നടപടികൾ. ആധുനികവും ചലനാത്മകവുമായ തൊഴിൽ വിപണി സാധ്യമാക്കുന്നതിൽ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്നും മിഷൻ 2030 മുൻനിർത്തി തൊഴിൽ പരിഷ്കരണ രംഗത്ത് സുപ്രധാന നാഴികക്കല്ലാണ് പുതിയ നിയമങ്ങളെന്നും തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും രാജ്യത്തിനും ഇതേറെ പ്രയോജനം ചെയ്യുമെന്നും തൊഴിൽ മന്ത്രി യൂസഫ് മുഹമ്മദ് അൽ ഉദ്മാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.